പന്തീരാങ്കാവ് സ്ത്രീധന പീഡന കേസിൽ മുൻ ആരോപണങ്ങളിൽ നിന്നും പിന്മാറി പുതിയ വെളിപ്പെടുത്തലുകളുമായി പെൺകുട്ടി രംഗത്തെത്തിയതോടെ പ്രതിസന്ധിയിലാകുന്നത് പെൺകുട്ടിയുടെ തന്നെ കുടുംബം. മജിസ്ട്രേറ്റിന് മുൻപിൽ രഹസ്യമൊഴി നൽകുമ്പോൾ സത്യം വെളിപ്പെടുത്താൻ തയ്യാറായതാണെന്നും പിതാവിന്റെ ആത്മഹത്യാ ഭീഷണിയെ തുടർന്നാണ് പിന്മാറിയതെന്നും പെൺകുട്ടി പറയുന്നു. പുതിയ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് ദുരൂഹത ആരോപിച്ച കുടുംബത്തെ തള്ളിയും പെൺകുട്ടി രംഗത്തെത്തി. കോഴിക്കോട് പന്തീരാങ്കാവ് സ്വദേശിയായ രാഹുലുമായി വിവാഹം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ 150 പവൻ സ്വർണം ആവശ്യപ്പെട്ട് ഭർത്താവും കുടുംബവും മർദ്ദിച്ചുവെന്നായിരുന്നു പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും പരാതി. പരാതിയിൽ നടപടിയെടുത്തില്ലെന്നാരോപിച്ച് പോലീസിനെതിരെയും കുടുംബം രംഗത്തെത്തി. ഏറെ കോളിളക്കമുണ്ടാക്കിയ ഈ കേസിലാണ് നേരത്തെയുള്ള ആരോപണങ്ങൾ തള്ളി പെൺകുട്ടി തന്നെ രംഗത്തെത്തിയത്. യൂട്യൂബ് വീഡിയോയിൽ നേരത്തെ പറഞ്ഞ മുഴുവൻ ആരോപണങ്ങളും പെൺകുട്ടി മാറ്റി പറഞ്ഞു. ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. വക്കീൽ പറഞ്ഞിട്ടാണ് ആക്ച്വലി ആ ഒരു 150 പവൻ സ്വർണം ചോദിച്ചെന്നും കാറ് ചോദിച്ചെന്നും അങ്ങനെയുള്ള അലിഗേഷൻസ്, അത് കേസിന് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ അലിഗേഷൻസ് അതിൽ ആഡ് ചെയ്തത്. എന്നാൽ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ദുരൂഹത ആരോപിച്ച് കുടുംബവും രംഗത്തെത്തി. ഞാൻ സംശയിക്കുന്നത് വെച്ചാൽ അവരുടെ കസ്റ്റഡിയിൽ ഇവിടെ ഉണ്ട്, എന്നിട്ട് ഭീഷണിപ്പെടുത്തി അവളെ കൊണ്ട് ഇത് പറയിപ്പിച്ചിരിക്കുന്നതാണ്. പിന്നാലെ മകളെ കാണാനില്ലെന്ന് കാട്ടി പിതാവ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. എന്നാൽ തന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്ന് വെളിപ്പെടുത്തി വീണ്ടും പെൺകുട്ടിയുടെ യൂട്യൂബ് വീഡിയോ. കുടുംബത്തിന്റെ സമ്മർദ്ദം കാരണമാണ് മാറി നിന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നാണ് വിശദീകരണം. എല്ലാവരും തട്ടിക്കൊണ്ടൊന്നും പോയിട്ടൊന്നുമില്ല, ആരുടെയും ഭീഷണി പ്രകാരമൊന്നുമല്ല ഞാൻ അങ്ങനെ ഒരു വീഡിയോ റിലീസ് ചെയ്തത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ്. ഒരു സമാധാനം കിട്ടുന്നില്ല. മൊത്തത്തിലൊരു പ്രഷർ കാരണം എനിക്ക് എന്താ പറയുക, എല്ലാവരിൽ നിന്നും കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാൻ തോന്നി. അതുകൊണ്ടാണ്. ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ആരോപിച്ച മുഴുവൻ ആരോപണങ്ങൾ പെൺകുട്ടി മാറ്റി പറഞ്ഞതോടെ കേസിന്റെ ഗതി തന്നെ മാറും. അഹമ്മദ് മുസ്തഫ, മീഡിയ 1, കൊച്ചി.